സജ്ജനങ്ങളെ ഒരുമിച്ച് ചേർക്കാൻ അല്ലെങ്കിൽ വിവാഹം ഒരുമിച്ച് നടത്താൻ പാടില്ലാത്ത നക്ഷത്രങ്ങൾ. ഇതൊരു പൊതുഫലപ്രകാരമാണ് പറയുന്നത്. അതുപോലെ തന്നെ ഒരു വീട്ടിൽ ഒരുമിച്ച് താമസിച്ചാലും എപ്പോഴും കലഹം ആയിരിക്കും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാവുക. എല്ലാവരും തമ്മിലുള്ള വഴക്ക് പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അശ്വതി തൃക്കേട്ട ഒരുമിച്ച് ചേർന്ന കലഹമായിരിക്കും. ഭരണി അനിഴ ഒരുമിച്ച് ചേർന്ന ദുരന്തമായിരിക്കും. ജീവിതത്തിൽ ഉയർച്ചയൊന്നും ഉണ്ടാവില്ല. കാർത്തിക വിശാഖം ഒരുമിച്ച് ചേർന്ന കലഹമായിരിക്കും. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് വഴക്ക് പ്രശ്നങ്ങളായിരിക്കും. രോഹിണി ചോദ്യം ഒരുമിച്ച് ചേർന്ന് കഴിഞ്ഞാൽ ജീവിതം രക്ഷപ്പെടില്ല. ഫിനാൻഷ്യലി അവർ ഭയങ്കരമായിട്ട് ഡീഗ്രോത്തിലേക്ക് പോകും. തിരുവോണം തിരുവാതിര ഒരുമിച്ച് ചേരാനേ പാടില്ല. ചേർന്ന് കഴിഞ്ഞാൽ കുടുംബങ്ങളിൽ എല്ലായിടത്തും പ്രശ്നമായിരിക്കും. അതുപോലെ തന്നെ പുണർത ഉത്രാടം ഒരുമിച്ച് ചേർന്ന കലഹമായിരിക്കും. എന്ന് പറഞ്ഞ് രണ്ടാമത്തെ തല്ലുക വഴക്കുണ്ടാക്കുകയൊക്കെ ആയിരിക്കും. ആയില്യമൂലം ഒരുമിച്ച് ചേർന്ന പ്രശ്നങ്ങൾ തീരില്ല. ജീവിതകാലം മുഴുവനും പ്രശ്നങ്ങൾ തീർക്കാനേ വീട്ടുകാർക്ക് നേരെ ഉണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെ പൂയം പൂരാടം ഒരുമിച്ച് ചേർന്ന കലഹമായിരിക്കും. കലഹം എന്ന് പറഞ്ഞാൽ കുടുംബാംഗങ്ങൾ തമ്മിൽ തന്നെ വലിയ വലിയ കലഹങ്ങളിലേക്ക് പോകും. അപ്പോൾ ഇത് ഒരുമിച്ച് ചേർന്ന് കഴിഞ്ഞാൽ പാടില്ലാത്ത നക്ഷത്രങ്ങളെക്കുറിച്ചാണ് കൂടുതൽ ഇതിനകത്ത് പ്രതിപാദിക്കുന്നത്. ഈ നക്ഷത്രങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിലോ നിങ്ങളുടെ കുടുംബത്തിലുണ്ടെങ്കിലോ ഇതൊന്ന് അയച്ചു കൊടുക്കുക. അതുപോലെ കമൻറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്യുക.